ആലപ്പുഴ ചേർത്തലയിലെ തിരോധാന കേസുകളിൽ പ്രതി സെബാസ്റ്റ്യനുമായി ഇന്നും തെളിവെടുപ്പ് തുടരും. പള്ളിപ്പുറത്തുള്ള സെബാസ്റ്റ്യന്റെ വീട്ടിലാണ് ഇന്നത്തെ തെളിവെടുപ്പ്. കേസുകളുമായി ബന്ധപ്പെട്ട നിർണായകമായ സ്ഥലമാണ് പള്ളിപ്പുറത്തെ ഈ വീട്. വീടിന് സമീപത്തു നിന്നാണ് കഴിഞ്ഞ ദിവസം അസ്ഥികൂട അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. കൂടുതൽ ശരീരാവശിഷ്ടങ്ങൾ വീടിന് സമീപത്തുണ്ടാകുമോ എന്ന സംശയം അന്വേഷണ സംഘത്തിനുണ്ട്. ഷൈജു വിവരങ്ങൾ നൽകും ആലപ്പുഴയിൽ നിന്ന്. ഷൈജു, ഈ തെളിവെടുപ്പ് എപ്പോഴാണ് നടക്കുക? ഈ വീട് വളരെ നിർണായകമാണ് എന്ന് പറയുന്നുണ്ടല്ലോ, കാരണം എന്താണ്? അമൃത, ഈ വീട് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം കടന്നിട്ടുള്ളത്. നേരത്തെ തന്നെ ഈ വീട് പലതരത്തിൽ പരിശോധിച്ചിരുന്നു. എന്നാൽ ഒരു വിശദമായ പരിശോധന ആവശ്യമുണ്ട് എന്നതാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നിഗമനം. അതിൽ ഈ 2.5 ഏക്കർ സ്ഥലം അരിച്ചു പെറുക്കി പരിശോധിക്കുക എന്നതാണ്. അതിന് പെട്രോനെറ്റ് റഡാർ എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ശരീരാവശിഷ്ടങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ടോ എന്ന പരിശോധനയാണ് പ്രധാനമായും നടക്കുക. അതിനു വേണ്ടിയിട്ട് ആദ്യം ഈ 2.5 ഏക്കർ സ്ഥലം വെട്ടിത്തെളിക്കും. വെട്ടിത്തെളിച്ചതിന് ശേഷം ഈ റഡാർ ഉപയോഗിച്ച് പരിശോധിക്കും. എവിടെയെങ്കിലും സംശയം തോന്നുന്നെങ്കിൽ അവിടെ കുഴിക്കുക. ഇതാണ് പ്രധാനപ്പെട്ട രീതി. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് അന്വേഷണ സംഘം നടത്തുന്നത്. അവർ അല്പസമയത്തിനകം ഇവിടെ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ചേർത്തല പോലീസ് അടക്കമുള്ള സംഘം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ 2.5 ഏക്കർ സ്ഥലം പരിശോധിച്ചതിന് ശേഷം അവിടെ എന്തെങ്കിലും തരത്തിലുള്ള തെളിവ് ലഭിക്കുന്നുണ്ടോ എന്ന ഒരു രീതിയായിരിക്കും അവലംബിക്കുക. അതിനുശേഷം ഈ വീടിനകത്ത് ഈ അടുത്ത കാലത്തായി ഗ്രാനൈറ്റ് മൂടിയ ഒരവസ്ഥയുണ്ടായിരുന്നു. അതിനടിയിൽ ഏതെങ്കിലും തരത്തിൽ ഈ മൃതദേഹങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന പരിശോധനയും ഉണ്ടാകും. ആ പരിശോധനയിലൂടെ നിർണായകമായ തെളിവിലേക്ക് കടക്കാൻ കഴിയുമെന്നും 4 തിരോധാന കേസുകളുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യനുള്ള ബന്ധം എന്താണ് എന്ന ഒരു അന്വേഷണത്തിലേക്കാണ്. അതിൽ 3 പേരുടെ DNA സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. അവരുടെ ബന്ധുക്കളുടെ DNA സാമ്പിളുകളാണ് ശേഖരിച്ചിട്ടുള്ളത്. ഈ പരിശോധനാ ഫലം ബുധനാഴ്ചയോടുകൂടി വരും. അങ്ങനെയെങ്കിൽ അതുകൂടി വന്നതിന് ശേഷം ഈ ശാസ്ത്രീയ പരിശോധനാ ഫലം കൂടി മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തുക എന്നതാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട വഴി. അതിനുള്ള ഒരു ശ്രമമാണ് അന്വേഷണ സംഘം. അതിൽ ഭാഗമായുള്ള ഒരു നിർണായക തെളിവെടുപ്പായിരിക്കും ഇന്ന് ചേർത്തല പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നടക്കുക. ശരി, ഷൈജു ആണ് വിവരങ്ങൾ നൽകിയത്.